ഇന്ന് പഞ്ചതന്ത്രത്തിൽ നിന്നുള്ള 2 കഥകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കഥ അത്യാഗ്രഹത്തെ പറ്റിയുള്ള ഒന്നാണ്. അപ്പോൾ പണ്ട് പാടലീപുത്രം എന്ന നഗരത്തിൽ ജീവിച്ച ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ഈ കച്ചവടക്കാരൻ നന്നായിട്ട് കച്ചവടം നടത്തുകയും വളരെ വലിയ പണക്കാരനായി തീരുകയും ചെയ്തു. വളരെയധികം ദാനധർമ്മങ്ങൾ നടത്തുകയും മറ്റുള്ളവരെ തനിക്ക് പറ്റുന്നതുപോലെ സഹായിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടും ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് നേരത്തെ നല്ല പേരും പെരുമയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പണമൊക്കെ നഷ്ടപ്പെട്ടതോടെ ആരും അദ്ദേഹത്തോട് കൂട്ടുകൂടാതായി. നേരത്തെ അദ്ദേഹത്തിനോട് എല്ലാവരും നന്നായി ഇടപെട്ടിരുന്നെങ്കിൽ പണമില്ലാതായതോടെ അദ്ദേഹത്തിനെ എല്ലാവരും ഒഴിവാക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ എല്ലാവരും അവഗണിക്കാൻ തുടങ്ങി. ഇത് ഇയാൾക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കി തീർത്തു. പക്ഷേ എന്ത് ചെയ്യാനാണ്? പണമുണ്ടായിരുന്നപ്പോൾ ആൾക്കാർ നന്നായി പെരുമാറിയിരുന്നു എന്ന് കരുതി പണമില്ലാത്തപ്പോൾ അങ്ങനെ തന്നെ പെരുമാറണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ദാരിദ്ര്യ ദുഃഖം അയാളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. പലപ്പോഴും നിത്യവൃത്തിക്കുള്ള പണം പോലും ഇല്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല, കയ്യിൽ പണമൊന്നുമില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നിയ ഒരു ദിവസം അയാളങ്ങ് മരിക്കാൻ തീരുമാനിച്ചു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അയാൾ അടുത്ത ദിവസം എങ്ങനെ മരിക്കും എന്നതിനെപ്പറ്റിയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. താനിപ്പോൾ മരിച്ചില്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ താൻ പട്ടിണി കിടന്ന് മരിച്ചു പോകും എന്ന് അയാൾക്ക് തോന്നിയിരുന്നു. മാത്രമല്ല, എത്ര നല്ലവനായിരുന്നിട്ടും തന്നെ ഒരു വിഡ്ഢിയായിട്ടും ഒന്നിനും കൊള്ളാത്തവനായിട്ടും ഒക്കെയാണല്ലോ മറ്റുള്ളവർ കരുതുന്നത്, അങ്ങനെയാണല്ലോ തന്നോട് പെരുമാറുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അയാൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അധികം വേദനയൊന്നും കൂടാതെ മരിക്കാൻ വേണ്ട ഉപായങ്ങൾ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ കിടക്കെ അയാൾ അറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അയാളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ 10 കോടി സ്വർണ്ണ നാണയങ്ങളുമായിട്ട് ഒരാൾ തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ടാണ് അയാൾ കണ്ടത്. അതൊരു സന്യാസിയായിരുന്നു. ആ സന്യാസി അയാളെ തലോടിയിട്ട് ഇങ്ങനെ ദുഃഖിക്കരുതെന്നും അയാൾക്ക് പണമുണ്ടായിരുന്ന കാലത്ത് അയാൾ എല്ലാവരോടും നന്നായിട്ട് പെരുമാറിയതാണല്ലോ എന്നും അതുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടാൻ അയാൾക്ക് യാതൊരു അർഹതയുമില്ല എന്നും പറഞ്ഞു. സന്യാസി അയാളോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ നിൻ്റെ വീട്ടിൽ വരും. എന്നെ കാണുമ്പോൾ നിനക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, കാരണം ഞാൻ തല മൊട്ടയടിച്ചിട്ടായിരിക്കും വരുന്നത്. രാവിലെ നിൻ്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ നീ ഒന്നും ആലോചിക്കേണ്ട, ഒരു വലിയ വടി എടുത്ത് എൻ്റെ തലയിൽ ഒരു അടി തന്നാൽ മതി. ഞാൻ ഉടനെ സ്വർണ്ണ നാണയങ്ങളായിട്ട് മാറും. ഒരു കൂമ്പാരം സ്വർണ്ണ നാണയങ്ങൾ നിൻ്റെ മുന്നിൽ വീഴും. അതെടുത്ത് നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ചിലവഴിച്ച് ജീവിക്കാം. ഇനി ഒരിക്കലും ദാരിദ്ര്യം നിന്നെ തേടി വരികയില്ല. ഇതും പറഞ്ഞിട്ട് ഈ സ്വപ്നത്തിൽ വന്ന സന്യാസി മറഞ്ഞു. രാവിലെ ഉണർന്നപ്പോൾ താൻ കണ്ട സ്വപ്നത്തെപ്പറ്റി ഈ ആൾ ഓർത്തെങ്കിലും അത് വെറും ഒരു സ്വപ്നമാണ് എന്നാണ് അയാൾ കരുതിയത്. അന്ന് എങ്ങനെയെങ്കിലും മരിക്കണം എന്ന് തന്നെ അയാൾ തീർച്ചപ്പെടുത്തി. അങ്ങനെ മരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളെ വീട്ടിൽ ക്ഷുരകൻ വന്നത്, മുടി വെട്ടുന്ന ആൾ വന്നത്. ഈ ക്ഷുരകൻ സാധാരണ ഇയാളുടെ വീട്ടിൽ വരാറുള്ളതാണ്, ഇയാളുടെ മുടി വെട്ടിക്കൊടുക്കാറുള്ളതാണ്. ഈ ക്ഷുരകൻ ഇന്ന് വന്നപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, ഇന്ന് മുടി വെട്ടിയാലും തരാൻ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, അതുകൊണ്ട് തിരിച്ചു പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുടിയൊന്നും വെട്ടാതെ ഈ ക്ഷുരകനെ തിരിച്ചയച്ചു. പക്ഷേ അയാൾ പോയില്ല. അയാൾ കുറച്ച് നേരം കൂടെയൊക്കെ സംസാരിച്ചുകൊണ്ട് ഇയാളുടെ അടുത്ത് നിന്നു, വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ ക്ഷുരകൻ പോകാനിറങ്ങുന്ന സമയത്താണ് തല മൊട്ടയടിച്ച ഈ സന്യാസി ഇയാളുടെ വീട്ടിലേക്ക് കയറി വന്നത്. ഒറ്റ നോട്ടത്തിൽ താൻ സ്വപ്നത്തിൽ കണ്ട സന്യാസിയാണ് ഇതെന്ന് ഇയാൾക്ക് മനസ്സിലായി, ഈ ഗൃഹനാഥന് മനസ്സിലായി. അയാൾ വളരെ ആദരവോടെ ഈ സന്യാസി അകത്തേക്ക് വിളിച്ചു. അപ്പോൾ പുറത്തേക്ക് പോകാനിറങ്ങിയ ക്ഷുരകൻ വിചാരിച്ചു, ഞാൻ മുടി വെട്ടാൻ വന്നിട്ട് കയ്യിൽ പണമില്ല, മുടി വെട്ടണ്ട എന്ന് പറഞ്ഞ ആളാണ്. ഇതാ ഇപ്പോൾ ഒരു സന്യാസി ഭിക്ഷ യാചിക്കാൻ വന്നപ്പോൾ അയാളെ വളരെ ആദരവോടെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇയാളുടെ കയ്യിൽ പണമില്ലെങ്കിൽ പിന്നെ ഭിക്ഷാടകനായ ഒരാളെ എന്തിനാ ഇയാൾ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്? ഇതൊന്ന് കണ്ടു കളയാം എന്ന് കരുതി ക്ഷുരകൻ പിന്നാലെ ചെന്നു. അപ്പോൾ ഈ ഗൃഹനാഥൻ ഈ വൃദ്ധനായ സന്യാസിയെ അകത്ത് വിളിച്ചുകൊണ്ട് പോവുകയും യഥാവിധി പൂജിച്ച് മുറിയിലിരുത്തിയതിന് ശേഷം അവിടെ നിന്നൊരു വടി എടുത്തുകൊണ്ട് വന്ന് വളരെ മടിച്ച് പേടിച്ച് അയാളുടെ തലയിൽ ഒരടി കൊടുക്കുകയും ചെയ്തു. ഒറ്റ നിമിഷം കൊണ്ട് ആ സന്യാസി ഇരുന്ന സ്ഥലത്ത് ഒരു കൂമ്പാരം സ്വർണ്ണ നാണയങ്ങൾ വന്ന് വീണു. അത് കണ്ടതോടെ ഈ ക്ഷുരകൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ക്ഷുരകൻ ജനലിലൂടെ നോക്കി നിൽക്കുന്നത് ഈ ഗൃഹനാഥനായ മനുഷ്യൻ കാണുകയും ചെയ്തു. അയാൾ ക്ഷുരകൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കണ്ട കാര്യം ആരോടും പറയരുത്, പറഞ്ഞാൽ അപകടമുണ്ടാകും എന്ന് പറഞ്ഞു. സമ്മാനമായിട്ട് ക്ഷുരകന് കുറേ സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ക്ഷുരകൻ പറഞ്ഞു, ശരി, ഞാൻ ഈ കാര്യം ആരോടും പറയാനൊന്നും പോകുന്നില്ല, എന്തായാലും എനിക്ക് ഇത്ര സമ്മാനമൊക്കെ തന്നതല്ല, ഞാൻ നിൻ്റെ മുടി വെട്ടിയിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ ക്ഷുരകൻ ഇയാളുടെ മുടിയൊക്കെ വെട്ടിക്കൊടുത്തിട്ട് സമ്മാനങ്ങളുമൊക്കെ എടുത്ത് മൂളിപ്പാട്ടും പാടി അയാളുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് അയാൾക്കൊരു സമാധാനവും കിട്ടുന്നില്ല. കണ്ട കാഴ്ച അയാളുടെ മനസ്സിൽ നിന്ന് മാറുന്നതേയില്ല. തല മൊട്ടയടിച്ച ഒരു സന്യാസി അകത്ത് വിളിച്ചുകൊണ്ടിരുത്തി ഒറ്റ അടി കൊടുത്തതും അവിടെ ഒരു കൂമ്പാര സ്വർണ്ണ നാണയങ്ങൾ വീണിരിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം എവിടെയെങ്കിലും നടന്നായിട്ട് കേട്ടിട്ടുണ്ടോ? അയാൾ വിചാരിച്ചു, അപ്പോൾ ഈ മൊട്ടയടിച്ച സന്യാസിമാരെ തലയിലടിച്ചാൽ സ്വർണം കിട്ടുമായിരിക്കും. അയാൾ എവിടുന്ന് കിട്ടും ഒരു മൊട്ടയടിച്ച സന്യാസിയെ എന്നാലോചിച്ച് അവിടെയൊക്കെ നടന്നപ്പോൾ അതുവഴി കുറേ ബുദ്ധ സന്യാസിമാർ വരുന്നത് കണ്ടു.
അവർ കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും തല മൊട്ടയടിച്ചതായിരുന്നു. ഇത് കണ്ടതോടെ ഇത് തന്നെ തക്കം എന്ന് ക്ഷുരകൻ വിചാരിച്ചു. ക്ഷുരകൻ വേഗം ആ സന്യാസിമാർ അടുത്തേക്ക് ചെന്നു. താണു വീണ് തൊഴുതു. താൻ വളരെ കാലമായിട്ട് കുറച്ച് സന്യാസിമാരെ സൽക്കരിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നെന്നും നിങ്ങളെ കണ്ടു കിട്ടിയത് വളരെ നന്നായി എന്നും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അയാളെ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോയി. അവരെല്ലാവരെയും അകത്ത് കൊണ്ടുപോയി യഥാവിധി പൂജിച്ചിരുത്തി. ഭക്ഷണം വിളമ്പാം എന്നും പറഞ്ഞ് അകത്തേക്ക് പോയി. തിരിച്ചു വന്നതൊരു വലിയ വടിയുമായിട്ടാണ്. വടിയും കൊണ്ട് അയാൾ അവിടെ ഇരുന്ന സന്യാസിമാരുടെ എല്ലാം തലയിൽ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. സന്യാസിമാരെ പേടിച്ച് നിലവിളിച്ച് പുറത്തേക്ക് ഓടി. ശബ്ദം കേട്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി. ഇത് അവസാനം രാജാവിൻ്റെ അടുത്ത് എത്തി വാർത്ത. രാജാവ് ക്ഷുരകനെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് സന്യാസിമാരെ അടിച്ചത്? അപ്പോൾ ക്ഷുരകൻ താൻ കണ്ട കാര്യങ്ങളൊക്കെ രാജാവിനോട് പറഞ്ഞു. രാജാവ് ആ വ്യാപാരിയെ വിളിച്ച് കാര്യം തിരക്കി. അപ്പോൾ വ്യാപാരി പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു. സ്വപ്ന ദർശന ഫലമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അതല്ലാതെ ഞാൻ ആ സന്യാസിയെ മനഃപൂർവ്വം അടിച്ചതല്ല. അപ്പോൾ രാജാവിന് കാര്യം മനസ്സിലായി. ശരിക്കും കാര്യങ്ങൾ അന്വേഷിക്കാതെ മനസ്സിലാക്കാതെ പ്രവർത്തിച്ച ഈ ക്ഷുരകനെ നല്ല ശിക്ഷ കൊടുക്കാൻ ന്യായാധിപൻ ആജ്ഞാപിച്ചു. ഇനി രണ്ടാമത്തെ കഥ പറഞ്ഞു തരാം. മഹിളാരൂപ്യം എന്നു പേരായ ഒരു പട്ടണത്തിൽ വളരെ സമ്പന്നനായ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വർദ്ധമാനൻ എന്നായിരുന്നു. പണം എത്ര കിട്ടിയാലും അദ്ദേഹത്തിന് തൃപ്തി വരുമായിരുന്നില്ല. കച്ചവടം നന്നായി നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കാളവണ്ടി ഉണ്ടാക്കി. ഈ വണ്ടിയിൽ 2 നല്ല കാളകളെയും പൂട്ടി. ഈ കാളകളുടെ സഹായത്തോടെ അയാളുടെ വണ്ടികൾക്ക് വേഗം കൂടുകയും അങ്ങനെ അയാളുടെ കച്ചവടം കൂടുതലാകുകയും അയാൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് ഈ വർദ്ധമാനനും സംഘവും ഒരു കൊടുങ്കാട്ടിലെത്തിച്ചേർന്നു. കാട്ടിലെ വഴിയിൽ വെച്ച് സഞ്ജീവകൻ എന്ന പേരായ അയാളുടെ ഒരു കാളയുടെ കാലൊടിഞ്ഞു. അതിൻ്റെ മുട്ടാണ് ഒടിഞ്ഞത്. അപ്പോൾ അതിന് നടക്കാൻ പറ്റാതായി. തൻ്റെ യാത്രയിൽ ഇങ്ങനെ ഒരു ദുരന്തം നേരിട്ടതിൽ വർദ്ധമാനന് വളരെ വിഷമിച്ചു. പക്ഷേ കാളയെ ഉപേക്ഷിക്കാതെ മാർഗമില്ല. കാളയും കൊണ്ട് ഈ വണ്ടി വലിക്കാൻ ഇനി പറ്റില്ല. അതിൻ്റെ കാലിന് പരുക്കായി. എന്നാൽ അതിനെ ഉപേക്ഷിക്കാനും അയാൾക്ക് മനസ്സ് വന്നില്ല. കാല് സുഖമായി കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഉപയോഗിക്കാം. അതുകൊണ്ട് തൻ്റെ 4 സേവകരെ അയാൾ ആ കാളയ്ക്കൊപ്പം കാട്ടിൽ നിർത്തി. എന്നിട്ട് കാളയെ ശുശ്രൂഷിച്ചിട്ട് അതിൻ്റെ അസുഖം ഭേദമാകുമ്പോൾ അതിനെയും കൊണ്ട് നാട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കിയായ ഒറ്റ കാളയും കൊണ്ട് വണ്ടി വലിപ്പിച്ച് ആ കാട്ടിൽ നിന്ന് തൻ്റെ നാട്ടിലേക്ക് പോയി. കൊടുങ്കാടായിരുന്നു. കാട്ടിലെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. വല്ലാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല ഇരുട്ടും. മാത്രമല്ല വിഷജന്തുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഞ്ജീവകൻ എന്ന കാളയ്ക്ക് കാവൽ നിന്നിരുന്ന 4 ഭൃത്യന്മാർക്കും വല്ലാത്ത പേടി വന്നു. കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പേടി വന്നു. അതിന് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് അവർ വിചാരിച്ചു, കാള ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം. അതിനെ വല്ല മൃഗങ്ങളും പിടിച്ച് തിന്നോട്ടെ. നാട്ടിൽ തിരിച്ചു വന്നിട്ട് കാള ചത്തുപോയി എന്ന് വർദ്ധമാനകനെ അറിയിക്കാം. അങ്ങനെ ഈ ഭൃത്യന്മാർ 4 പേരും തിരിച്ചുപോയി. എന്തായാലും ഈ ജോലിക്കാർ ഉപേക്ഷിച്ചിട്ട് പോയ സഞ്ജീവകൻ എന്ന കാളയ്ക്ക് നല്ല ആയുസ്സുണ്ടായിരുന്നു. ആ കൊടുങ്കാട്ടിൽ അതിനൊരു ആപത്തും സംഭവിച്ചില്ല. അവിടെ നല്ല ഇളം പുല്ലുണ്ടായിരുന്നു. തൊട്ടടുത്ത ഒരു അരുവിയിൽ വെള്ളമുണ്ടായിരുന്നു. അതൊക്കെ തിന്നും കുടിച്ചും അത് നല്ല സന്തോഷത്തോടെ അവിടെ കിടന്നു. പതിയെ പതിയെ അതിൻ്റെ കാലിൻ്റെ വേദന മാറി പരിക്ക് ഭേദമായി. മാത്രമല്ല വയറ് നിറയെ നല്ല ഭക്ഷണം കഴിച്ചതോടെ അത് നല്ല ആരോഗ്യവാനായ ഒത്ത ഒരു കാളക്കൂറ്റനായിട്ട് മാറി. മാത്രമല്ല ഇങ്ങനെ നല്ല ആരോഗ്യവാനായ ഈ കാള കാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മുക്കറയിടാറുണ്ടായിരുന്നു. കാള ഉണ്ടാക്കുന്ന ശബ്ദത്തിനാണ് മുക്കറയിടുക എന്ന് പറയുക. അപ്പോൾ ഈ സഞ്ജീവകൻ എന്ന കാളയുടെ മുക്കറയിടലിന് വളരെ വലിയ ശബ്ദമായതിനാൽ ദൂരെയുള്ള മൃഗങ്ങൾ പോലും പേടിച്ചു പോകാറുണ്ടായിരുന്നു. അതെന്താണ് ശബ്ദം കേൾക്കുന്നതെന്ന് മറ്റുള്ള മൃഗങ്ങൾക്ക് മനസ്സിലാവാറുണ്ടായിരുന്നില്ല. കാട്ടിൽ അങ്ങനെ കാളകളില്ലല്ലോ. അതുകൊണ്ട് മൃഗങ്ങളൊക്കെ എന്തോ വലിയ സാധനമാണ്, എന്തോ വലിയ ക്രൂരമൃഗമാണ് എന്നൊക്കെ വിചാരിച്ച് ഇത് കേട്ട് പേടിക്കുമായിരുന്നു. ഈ കാട്ടിലെ രാജാവ് പിങ്കളൻ എന്ന സിംഹമായിരുന്നു. ഈ പിങ്കളൻ എന്ന സിംഹത്തിനെ ആ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർക്കും എന്തിന് രാജാക്കന്മാർക്ക് പോലും വലിയ പേടിയായിരുന്നു. വളരെ ക്രൂരനായ ആരോഗ്യവാനായ വലിയൊരു സിംഹമായിരുന്നു പിങ്കളൻ. ഈ സിംഹരാജാവിൻ്റെ പ്രധാന വിനോദം ആനകളുടെ മസ്തകം അടിച്ചു തകർക്കുക എന്നുള്ളതായിരുന്നു. അത്രയ്ക്ക് ആരോഗ്യവാനായിരുന്നു പിങ്കളൻ. അങ്ങനെ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും പേടിപ്പിച്ച് വിറപ്പിച്ച് പിങ്കളൻ അങ്ങനെ നടക്കവെയാണ് ഒരിക്കൽ സഞ്ജീവകൻ്റെ ഇടിവെട്ടുന്ന പോലുള്ള മുക്കറയിടൽ കേട്ടത്. പിങ്കളൻ പോലും പേടിച്ചു പോയി. ആ സിംഹം 2-3 അടി പിന്നോട്ട് വെച്ചു. 4 പാടും ഭയത്തോടെ നോക്കി. ആ സമയത്ത് ഈ രാജാവിൻ്റെ മന്ത്രിയായിരുന്ന കുറുക്കൻ്റെ 2 മക്കൾ നദിക്കരയിലെത്തി. ഈ കുഞ്ഞു കുറുക്കന്മാരുടെ പേര് കരകടനും ദമനകൻ എന്നുമായിരുന്നു. ഇതുവരെ മഹാരാജാവ് ഇങ്ങനെ പേടിക്കുന്നത് ഈ മൃഗങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
രാജാവ് എന്തോ കണ്ട് പേടിക്കുന്നുണ്ട് എന്ന് ദമനകൻ കരടകനോട് പറഞ്ഞു. അപ്പോൾ കരടകൻ പറഞ്ഞു, അനാവശ്യ കാര്യങ്ങളിൽ നമ്മൾ എന്തിനാണ് ഇടപെടുന്നത്? നമ്മൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരല്ല, മന്ത്രിയുടെ മക്കളാണ്. ഇക്കാര്യത്തിൽ നമ്മൾ ഇടപെടുകയേ വേണ്ട. നിനക്കൊരു കാര്യം അറിയാമോ? പണ്ട് കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഒരു കൂട്ടം കൂടി പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലത്തിനടുത്തെത്തി. ഈ അമ്പലത്തിൻ്റെ വീഴാറായ മേൽപ്പുര നന്നാക്കാൻ വേണ്ടിയിട്ട് കുറേ മരത്തടികൾ കൊണ്ടുവന്ന് ആശാരിമാർ മുറിക്കുന്നുണ്ടായിരുന്നു. ഈ മരങ്ങൾ പിളർത്തുമ്പോൾ ആ പിളർന്ന ഭാഗം അടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആപ്പുകൾ ഇടയ്ക്ക് വെച്ച് ഈ കഷ്ണങ്ങൾ അകത്തി വെക്കാറുണ്ടായിരുന്നു. എന്നാലേ മുറിക്കുമ്പോൾ കൃത്യമായിട്ട് മുറിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കെ ഈ ആപ്പെല്ലാം വെച്ച് ഈ തടി പിളർത്തി വെച്ചിട്ട് ആശാരിമാർ ഭക്ഷണം കഴിക്കാൻ പോയി. ഈ സമയത്ത് ഒരു കുരങ്ങൻ ചെന്ന് ആ മരത്തടിയിലിരുന്നുകൊണ്ട് മുറുക്കി വെച്ചിരുന്ന ആപ്പ് ഇളക്കിയെടുക്കാൻ തുടങ്ങി. എല്ലാ ശക്തിയും എടുത്ത് ഈ ആപ്പ് വലിച്ചൂരിയതും ആപ്പ് വെച്ച് രണ്ടായി പിളർത്തി വെച്ചിരുന്ന മരത്തടി പെട്ടെന്ന് ഒന്നിച്ചു ചേരുകയും ആ കുരങ്ങൻ്റെ വാല് അതിനിടയിൽപ്പെട്ട് കുടുങ്ങി മുറിഞ്ഞു പോവുകയും ചെയ്തു. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോയതുകൊണ്ടാണ് കുരങ്ങൻ ഇങ്ങനെ പറ്റിയത്. അതുകൊണ്ട് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീയും ഇടപെടാൻ പോകണ്ട. ഇങ്ങനെയാണ് കരടകൻ ദമനകനോട് പറഞ്ഞത്. അപ്പോൾ ദമനകൻ പറഞ്ഞു, എല്ലായ്പ്പോഴും ഭക്ഷണം എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല. നമ്മൾ മൃഗരാജാവിൻ്റെ മന്ത്രിയുടെ മക്കളാണ്. നമ്മൾ അല്പസാഹസവും പൗരുഷവും വകതിരിവും ഒക്കെ കാണിക്കേണ്ടതാണ്. നമ്മളുടെ രാജാവായ പിങ്കളൻ വളരെ പരാക്രമിയാണ്, ബുദ്ധിയുള്ളവനാണ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ദുഃഖിതനാണ്. ആ ദുഃഖം എന്തുകൊണ്ടാണ് എന്നറിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവസാനം ദമനകൻ്റെ വാക്ക് കേട്ട് കരടകൻ പറഞ്ഞു, നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നീ രാജാവിനോട് പോയി സംസാരിച്ച് കാര്യം അന്വേഷിക്കൂ. പക്ഷേ അവിവേകം പ്രവർത്തിച്ച് സ്വയം ആപത്തിൽ ചാടരുത്. അങ്ങനെ ദമനകൻ രാജാവിൻ്റെ അടുത്തേക്ക് പോയി വളരെ സ്നേഹത്തോടെ തൊഴുതു നിന്നു. തൻ്റെ മന്ത്രിയുടെ മകനെ രാജാവിനെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം വളരെ വാത്സല്യത്തോടെ ദമനകനെ സ്വാഗതം ചെയ്തു. നിന്നെയും നിൻ്റെ ജ്യേഷ്ഠനായ കരടകനെയും കുറേ ദിവസമായി കാണാനേ ഇല്ലല്ലോ എന്ന് പിങ്കളൻ പറഞ്ഞപ്പോൾ ദമനകൻ വളരെ താഴ്മയോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സാധാരണ മൃഗങ്ങൾ. കൊമ്പനാനയുടെ മസ്തകം അടിച്ചു തകർത്തിരുതയിടുന്ന അങ്ങയുടെ മുന്നിൽ ഞങ്ങളൊക്കെ വെറും പുൽക്കൊടികൾ. എന്നാലും പുൽക്കൊടികൾക്കും അവരുടേതായ സവിശേഷതകളുണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങേ ഇടയ്ക്കെങ്കിലും ഒന്ന് വന്ന് കാണാൻ ഞങ്ങൾക്ക് തോന്നുന്നത്. ദമനകൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പിങ്കളന് വലിയ സന്തോഷം തോന്നി. അപ്പോൾ ദമനകൻ പറഞ്ഞു, ഞാനിപ്പോൾ വന്നതിനൊരു കാര്യമുണ്ട്. അങ്ങ് പുഴക്കരയിൽ വല്ലാതെ ദുഃഖിതരായി നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്താണ് ദുഃഖകാരണം എന്നറിയാൻ വേണ്ടി വന്നതാണ്. മന്ത്രിയുടെ മകനായ ദമനകനെ വളരെ ചെറിയ കുട്ടിയായിട്ടായിരുന്നു പിങ്കളൻ കണ്ടിരുന്നത്. അവനിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും മൃഗരാജാവ് പറഞ്ഞു, ഞാൻ പുഴക്കരയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടിമുഴക്കം പോലൊരു ശബ്ദം കേട്ടു. പലതവണയായിട്ട് ഞാൻ ഈ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം എന്താണ് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഏതോ ഒരു വലിയ മൃഗം നമ്മുടെ കാട്ടിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത് ഒരു സാധാരണക്കാരനല്ല. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഞാൻ കിടുകിട വിറയ്ക്കുന്നു. ആ ശബ്ദത്തിൽ നിന്ന് അവൻ്റെ ശക്തി മനസ്സിലാക്കാം. മൃഗരാജാവെ, ഞാൻ ഈ കാട്ടിൽ കഴിയുമ്പോൾ എന്നെക്കാളും ബലമുള്ളൊരു മൃഗം ഈ കാട്ടിൽ വന്നാൽ എൻ്റെ കാര്യം എന്താവും? അഹങ്കാരിയായ ഒരു പടുകൂറ്റ മൃഗം കരയിലുണ്ടാകുമ്പോൾ ധൈര്യത്തോടെ ഞാൻ എങ്ങനെ കഴിയും? മറ്റേതെങ്കിലും കാട്ടിൽ പോയാലോ എന്ന് പോലും ഞാൻ ചിന്തിക്കുകയാണ്. സിംഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് ദമനകൻ ധൈര്യത്തോടെ പറഞ്ഞു, മൃഗരാജാവായ അങ്ങ് ഒരിക്കലും പേടിക്കരുത്. അങ്ങ് പരാക്രമിയും ബുദ്ധിമാനുമാണ്. ഒരിക്കലും ഭയത്തിന് അടിപ്പെട്ടുകൂടാ. പണ്ട് ഒരു കൂർക്കൻ ചെണ്ട കണ്ട് തീറ്റയ്ക്കുള്ള എന്തോ ജന്തുവാണെന്ന് മോഹിച്ചത് അങ്ങ് കേട്ടിട്ടില്ലേ? ഞാൻ ആ കഥ പറഞ്ഞു തരാം. പണ്ട് വിശന്ന് വലഞ്ഞ് നടന്ന ഒരു കൂർക്കൻ യുദ്ധം അവസാനിച്ച് ധാരാളം ഭടന്മാരും കുതിരകളും മറ്റും ചത്തു കിടക്കുന്ന ഒരു ഭൂമിയിലെത്തി. അവിടെ ഒരു വലിയ ചെണ്ടയും കിടപ്പുണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ ഭടന്മാർ ഉപേക്ഷിച്ചിട്ട് പോയൊരു വലിയ ചെണ്ടയായിരുന്നു അത്. കാറ്റിലാടുന്ന ചെറിയ മരക്കൊമ്പുകൾ ആ ചെണ്ടയിൽ ചെന്ന് മുട്ടുമ്പോൾ വലിയ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ആ കുറുക്കൻ വിചാരിച്ചു ഇതൊരു വലിയ ജന്തുവാണെന്ന്. എന്നാൽ അത് അനങ്ങാത്തപ്പോൾ അത് ചത്തു കിടക്കുകയാണെന്നും കുറുക്കന് തോന്നി. എന്തായാലും വരുന്നത് വരട്ടെ എന്ന ധൈര്യത്തോടെ ധാരാളം ചോരയും മാംസവും നിറഞ്ഞെന്ന് തോന്നുന്ന ആ ജന്തുവിൻ്റെ അടുത്തേക്ക് പോയ കുറുക്കൻ പതുക്കെ അതിൻ്റെ തോൽ കടിച്ച് ഒരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതൊരു പൊള്ളയായ സാധനമാണ് എന്ന് മനസ്സിലായത്. കുറുക്കൻ ആകെ നാണം കെട്ടുപോയി. ഒരുപാട് മൃഗങ്ങൾ ചത്തു കിടന്നിട്ടും കഷ്ടപ്പെട്ട് നൂണ്ട് കയറിയതൊരു ചെണ്ടയ്ക്കകത്തേക്കാണ്. അതുകൊണ്ട് ശബ്ദം കേട്ട് മാത്രം നാം ഒരാളുടെ ബലം കണ്ടുപിടിക്കരുത്. ഞാൻ ഒന്ന് പോയി അന്വേഷിക്കാം. ദമനകൻ ഇത് പറഞ്ഞു നിർത്തിയതും സഞ്ജീവകൻ്റെ മുക്കറയിടൽ വീണ്ടും കേട്ടു. ഉടൻ തന്നെ ദമനകൻ മൃഗരാജാവിനോട് പറഞ്ഞു, തിരുമേനി, ഞാൻ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് പോയി ആ ജന്തു ഏതാണ്, എത്ര കരുത്തനാണ് എന്നെല്ലാം മനസ്സിലാക്കി വരാം. സിംഹം ഒന്നും മിണ്ടിയില്ല.
എന്തായാലും സിംഹത്തിൻ്റെ മൗനം അനുവാദം എന്ന് മനസ്സിലാക്കിയ ദമനകൻ കാട്ടിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവൻ വലിയൊരു കാളയെ കണ്ടു. ഇടയ്ക്ക് അവൻ നാട്ടിൻപുറത്തേക്കൊക്കെ യാത്ര പോകാറുള്ളതിനാൽ ഇതൊരു കാളയാണ് എന്നവന് കണ്ടപ്പോഴേ മനസ്സിലായി. വളരെ ഭവ്യതയോടെ ആ കാളയുടെ അടുത്ത് ചെന്ന് സംസാരിച്ച ദമനകൻ ആ കാളയുടെ വിവരങ്ങളും മനസ്സിലാക്കി. വർദ്ധമാനൻ എന്ന കച്ചവടക്കാരൻ്റെ കാളയാണെന്നും അദ്ദേഹവും ഭടന്മാരും കാട്ടിൽ ഉപേക്ഷിച്ച് പോയപ്പോൾ അസുഖം മാറി ഇപ്പോൾ സുഖമായി കാട്ടിൽ കഴിയുകയാണെന്നും കാള തൻ്റെ കഥ ചുരുക്കി പറഞ്ഞു. ഇത് കേട്ട ദമനകൻ പറഞ്ഞു, സഞ്ജീവക, അങ്ങയുടെ ചങ്ങാതിയായി എന്നെ കരുതണം. ഈ കാട്ടിലെ രാജാവായ പിങ്കളൻ എന്ന സിംഹത്തിന് അങ്ങയൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്നോട് അങ്ങയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ്. ദയവായി എൻ്റെ കൂടെ വരണം. സഞ്ജീവകന് സിംഹം എന്ന് കേട്ടപ്പോൾ തന്നെ പേടിയായി. തന്നെ കടിച്ചു കീറി കൊല്ലാൻ പോകുന്ന സിംഹത്തിൻ്റെ അടുത്തേക്ക് താൻ എങ്ങനെ പോകും എന്ന് അവൻ പറഞ്ഞപ്പോൾ ദമനകൻ അവന് വാക്ക് കൊടുത്തു. ഞങ്ങളുടെ മൃഗരാജാവ് എത്രയോ നല്ലവനും വിശ്വസിക്കുന്നവനെ ചതിക്കാത്തവനുമാണ്. അങ്ങയുടെ ജീവൻ തികച്ചും സുരക്ഷിതമായിരിക്കും. എന്നിട്ട് ദമനകനോടി പിങ്കളനോട് ചെന്ന് സഞ്ജീവകൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ദമനകൻ്റെ ചങ്ങാതിയായ സഞ്ജീവകന് ഒരു പോറൽ പോലും ഏൽപ്പിക്കുകയില്ല എന്ന പിങ്കളൻ വാക്ക് കൊടുത്തു. എത്രയും പെട്ടെന്ന് ആ കാളയും കൂട്ടി വരാൻ സിംഹം ദമനകനോട് പറയുകയും ചെയ്തു. അങ്ങനെ സഞ്ജീവകൻ്റെ അടുത്തെത്തി ദമനകൻ സിംഹം നൽകിയ ഉറപ്പ് അവനെ അറിയിക്കുകയും ആ കൂറ്റൻ കാളയും കൂട്ടി പിങ്കളൻ്റെ അടുത്തെത്തി അവരെ രണ്ടുപേരെയും സൗഹൃദത്തിലാക്കുകയും ചെയ്തു. അങ്ങനെ സഞ്ജീവകനും പിങ്കളനും ഉറ്റ സുഹൃത്തുക്കളായി. തിന്നും കുടിച്ചും തമാശകൾ പറഞ്ഞും സഞ്ജീവകനും പിങ്കളനും സന്തോഷത്തോടെ ആ കാട്ടിൽ ജീവിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ 2 പഞ്ചതന്ത്രം കഥകളാണ് പറഞ്ഞു തന്നത്. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.